ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel fasting, a prayer for the world. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ. ഞങ്ങളങ്ങേ കുമ്പിടുന്നു, ആരാധന ആരാധന അങ്ങേയ്ക്കായിരം ആരാധന, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ. തീച്ചൂളയിലും സിംഹക്കുഴിയിലും വീണോരെന്നെ കൈ പിടിച്ചു, ദാനിയേലിൻ ദൈവം കരകയറ്റി നമ്മെ അവൻ വിടുവിച്ചു. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ, യുഗങ്ങളുടെ പ്രതീക്ഷയായ കർത്താവ്, മാനവരാശിയുടെ മുഴുവൻ രക്ഷയുടെ കേദാരമായ നമ്മുടെ കർത്താവ് ഇതാ ദിവ്യകാരുണ്യ യേശുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. സ്നേഹത്തോടെ ഈ ദിവസം നമുക്കവനെ ആരാധിക്കണം, നമുക്കവനെ മഹത്വപ്പെടുത്തണം. കഴിഞ്ഞ 21 ദിവസങ്ങളിലായി പ്രവാചകനായ ദാനിയേലിനെ പോലെ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അതെ, ദൈവത്തിൻ്റെ കരുണ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അവൻ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഓ ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈശോ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഉള്ളത് മുഴുവൻ നിന്റെ മുമ്പിൽ അർപ്പിച്ച്, ഓ കർത്താവേ, മഹത്വത്തിൻ്റെ രാജാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് ബലവാനാണ്, നമ്മുടെ കർത്താവ് അമർത്യനാണ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ
പരിശുദ്ധനാകുന്നു. ഓ ദൈവമേ, നീ ബലവാനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഓ അമർത്യനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഓ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി തകർക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടെ അവനിലേക്ക് കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് പ്രകീർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധി നാം പ്രകീർത്തിക്കുമ്പോൾ ഹോറേബിലെ ഉൾപ്പെടപ്പിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, സീനായ് മാമലിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, ജോർദാനിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, അമ്മ മറിയത്തിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, കൊർണേലിയൂസിന്റെ വീടുമുറ്റത്തിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, സമറിയ ദേശത്തെ ഫിലിപ്പോസ് സംസാരിച്ചപ്പോൾ ഇറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, സിഹിയോൻ മാളികയിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ദേശങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ മാറിനെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധി സ്പർശിക്കട്ടെ. ഓ ദൈവമേ, ഓ പരിശുദ്ധനെ, ഓ ബലവാനെ, ഓ മരണമില്ലാത്തവനെ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ, ഞങ്ങൾക്കായി എല്ലാം തന്നവനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസയാത്രയുടെ 21-ാം ദിവസമാണിന്ന്. 21st ഡേ. വിശ്വാസികൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കാഹളം ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുന്ന 21st ഡേ. തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുന്ന 21st ഡേ. വിശ്വാസത്തിൽ ജെറീക്കോയുടെ കോട്ടകൾ തകർക്കുന്ന 21st ഡേ. നമ്മുടെ മാറ് പിളർക്കുന്ന വേദനയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന 21st ഡേ. കർത്താവിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം, സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാം. ഓ ഈശോയെ, ഒരുപാട് കുറവുകൾ ഉള്ളവരാണ് ഞങ്ങൾ, ഒരുപാട് പോരായ്മകൾ ഉള്ളവരാണ് ഞങ്ങൾ. എങ്കിലും പ്രവാചകനായ ദാനിയേലിന് സ്വന്തം ജനത്തിന്റെ ദുസ്തുതി കണ്ടപ്പോൾ വിലാപത്തോടെ പ്രാർത്ഥിക്കാൻ തോന്നിയതുപോലെ ഈ കാലയളവിനെ ഓർത്തുകൊണ്ട് വിലാപ സങ്കീർത്തനത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ 21 ദിനരാത്രങ്ങൾ നീ ഞങ്ങളെ അനുവദിച്ചല്ലോ. നിനക്ക് നന്ദി പറയുന്നു കർത്താവേ, നിനക്ക് ആരാധനകൾ അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്.
വെളിപാടിൻ്റെ പുസ്തകം 12:11 നാം വായിക്കും, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ തിന്മയുടെ മേൽ വിജയം നേടി. അതെ, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ നിന്റെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എളിമപ്പെടുത്തിയ ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ പേർഷ്യയുടെ ഒരു ദൂതൻ നിന്റെ അടുത്തേക്ക് മറുപടിയുമായി വരുന്നതിന് എന്നെ തടസ്സപ്പെടുത്തി. കർത്താവേ, ദേശത്തിൻ്റെ ദൂതന്മാരെ അവിടുന്ന് തകർത്തെറിയണമേ. പരിശുദ്ധ മാർപ്പാപ്പയോട്, മെത്രാൻ സംഘത്തോട്, വൈദിക ഗണത്തോട്, ഇന്ന് അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലികളോട്, സായാഹ്ന പ്രാർത്ഥനകളോട്, ജപമാലകളോട്, മുഴുവൻ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്തോത്രഗീതങ്ങളോട്, ആശ്രമങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളോട് ചേർന്ന്, ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ മാറിൽ നിന്ന് മാറ്റൊല്ലി കൊള്ളുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും നിന്റെ ജനത്തെ നീ വിടുവിക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിൻ്റെ വചനത്താലും ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കരമുയർത്തി പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവനല്ലേ നമുക്കെല്ലാം തരുന്നത്. അവനല്ലേ അവൻ്റെ ശക്തി നമുക്കായി തരുന്നത്. വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മെ നയിച്ചതിനായി സ്തോത്രം ചെയ്യാം. അവനെ മഹത്വപ്പെടുത്താം. അവനെ നമുക്ക് ആരാധിക്കാം. ചേർന്ന് നമുക്ക് ആരാധിക്കാം. തിരുസഭയോട് ചേർന്ന് ആരാധിക്കാം. ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാം. ഹൃദയം ഉയർത്തുന്ന സകലരോടും ചേർന്ന് ആരാധിക്കാം. ഓ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. ഓ, ദൈവശക്തി അയക്കണമേ കർത്താവേ. ദേശത്തിന്റെ ദൂതന്മാരെ കീഴ്പ്പെടുത്തണമേ കർത്താവേ. ഓ, ഞങ്ങളെ വിടുവിക്കുക, ഞങ്ങളെ മോചിപ്പിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ. തകർന്നു വീണ മതിലു നോക്കി കരഞ്ഞു കരഞ്ഞു തളർന്നവരെ ഉപവസിച്ചും കാത്തിരുന്നും ആശ നശിച്ചു പോയവരെ. തകർന്നു വീണ മതിലു നോക്കി കരഞ്ഞു കരഞ്ഞു തളർന്നവരെ ഉപവസിച്ചും കാത്തിരുന്നും ആശ നശിച്ചു പോയവരെ. ഹല്ലേലൂയ പാടിടാം, ഉല്ലാസമായി ചേർന്നിടാം. വല്ലായ്മകൾ എല്ലാം ഇല്ലാതാക്കി മാറ്റിടാം. ഹല്ലേലൂയ പാടിടാം, ഉല്ലാസമായി ചേർന്നിടാം. വല്ലായ്മകൾ എല്ലാം ഇല്ലാതാക്കി മാറ്റിടാം. കാഹളധ്വനി മുഴങ്ങട്ടെ, വിജയഭേരി മുഴങ്ങട്ടെ. ആനന്ദ നടനമാടിടാം, ആഹ്ലാദിക്കാം സോദരേ. കാഹളധ്വനി മുഴങ്ങട്ടെ, വിജയഭേരി മുഴങ്ങട്ടെ. ആനന്ദ നടനമാടിടാം, ആഹ്ലാദിക്കാം സോദരേ. ഹല്ലേലൂയ പാടിടാം, ഉല്ലാസമായി ചേർന്നിടാം. വല്ലായ്മകൾ എല്ലാം ഇല്ലാതാക്കി മാറ്റിടാം. ഹല്ലേലൂയ പാടിടാം, ഉല്ലാസമായി ചേർന്നിടാം. വല്ലായ്മകൾ എല്ലാം ഇല്ലാതാക്കി മാറ്റിടാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ആരംഭിച്ച ഈ 21 ദിവസത്തെ ആത്മീയ യാത്രയിൽ സ്നേഹത്തോടെ നിങ്ങൾ പങ്കുകാരായതിന് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഇതൊരു ആത്മീയ യുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മവീര്യം കെടാതെ നമുക്ക് മുന്നോട്ട് പോകാം. തുടർന്ന് തിരുസഭയോട് ചേർന്ന് ഈ പ്രാർത്ഥനകൾ നാം ആവർത്തിക്കുമ്പോൾ ധൂപമുയർത്തിയും മണികൾ മുഴക്കിയും കർത്താവിൻ്റെ മഹത്വത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവർ മുട്ടുകൾ മടക്കി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ തന്നെ വിശുദ്ധ കുരിശോ ജപമാലയോ ഉള്ളവർ നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു. കുഞ്ഞുമക്കൾ ഭവനത്തിലെ ഏതെങ്കിലും ഇടങ്ങളിലാണ് എങ്കിൽ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് തിരുസഭയോട് ചേർന്ന് പ്രവാചകനായ ദാനിയേലിനെ പോലെ അവൻ നടത്തിയ പ്രാർത്ഥനയെപ്പോലെ നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അവൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് കടന്നു വരട്ടെ.
നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിലുമുള്ള ആത്മവിശ്വാസത്താലും ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പവിത്രമായ ശക്തിയുടെ ഉറപ്പിനാലും പിശാചിൻ്റെ വഞ്ചനകളെയും ഉപദ്രവങ്ങളെയും പുറത്താക്കുന്നതിനുള്ള ആത്മീയ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവിടുത്തെ വെറുക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്നും ഓടി മറയുന്നു. പുക പുറന്തള്ളപ്പെടുന്നത് പോലെ അവ പുറന്തള്ളപ്പെടുന്നു. തീയുടെ മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ തകർന്നു വീഴുന്നു. വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്നവ ഏറ്റുചൊല്ലുമല്ലോ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാത്തരം അശുദ്ധാത്മാക്കളും, മരണത്തിന്റെ ആത്മാക്കൾ, രോഗപീഠകൾ, നിരാശ, ആശയക്കുഴപ്പം, അനൈക്യം, ഉത്കണ്ഠ, ഭയം, കോപം, വിദ്വേഷം, അശുദ്ധി, മടി, അഹങ്കാരം, എല്ലാത്തരം പൈശാചിക ശക്തികൾ, നാരകീയ ശക്തികൾ, ദുഷ്ടസൈന്യങ്ങൾ, അവയുടെ സമ്മേളനങ്ങൾ, വിഭാഗങ്ങൾ എന്നിവയെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയാലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്നും ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ആത്മാക്കളിൽ നിന്നും നിങ്ങൾ ഓടി അകലുക. തന്ത്രശാലിയായ സർപ്പമേ, പരമപരിശുദ്ധനായ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, ക്രിസ്തു ദൈവവചനം മാംസം ധരിച്ചവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നിങ്ങളോട് കൽപ്പിക്കുന്നു, ദൈവത്തിന്റെ മഹത്വപൂർണയായ അമ്മ കന്യക മറിയം നിന്നോട് കൽപ്പിക്കുന്നു, അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും മറ്റപ്പസ്തോലന്മാരുടെയും വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നു, എല്ലാ രക്തസാക്ഷികളുടെ നിണവും വിശുദ്ധരുടെ മധ്യസ്ഥതയും നിങ്ങളോട് കൽപ്പിക്കുന്നു. ശപിക്കപ്പെട്ട ദുഷ്ടപിശാചേ, രോഗപീഠകളാൽ മാനവരാശിയെ തകർക്കുന്നവനെ, ദൈവനാമത്തിൽ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും, ഞങ്ങളുടെ പട്ടണങ്ങളിൽ നിന്നും, ഞങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നും അകന്നു പോവുക. മനുഷ്യജീവികളെ വഞ്ചിക്കുന്നതും നിത്യനാശത്തിന്റെ വിഷം അവരിലേക്ക് ഒഴുക്കുന്നത് നീ നിർത്തുക. സഭയെ ദ്രോഹിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും നീ അവസാനിപ്പിക്കുക. മനുഷ്യവംശത്തിന്റെ ശത്രുവും എല്ലാ വഞ്ചനയുടെയും സൂത്രധാരനും യജമാനനുമായ സാത്താനെ, നീ പുറത്തു പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച ലാറ്റിൻ 2 പദങ്ങൾ, വാദേ സാത്താനെ എന്ന പദം മുട്ടിന്മേൽ നിന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 12 ആവർത്തി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വാദേ സാത്താനെ, വാദേ സാത്താന, 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 വാദേ സാത്താന. വാദേ സാത്താന.
യേശുവിൻ്റെ നാമം, വിശുദ്ധവും ശക്തവുമായ നാമം, നരകത്തെ വിറപ്പിക്കുന്ന അവൻ്റെ നാമം, സ്വർഗത്തിലെ സദ്ഗുണങ്ങളും ശക്തികളും ആധിപത്യങ്ങളും താഴ്മയോടെ കീഴ്പ്പെടുന്ന അവൻ്റെ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് എന്ന് കെരൂബുകളും സെറാഫുകളും നിരന്തരം ആവർത്തിച്ച് സ്തുതിക്കുന്ന നാമം. ഈ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ട സാത്താനെ നീ ഭയപ്പെടുകയും ഓടി അകലുകയും ചെയ്യുക. കർത്താവേ, സാത്താന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഓ കർത്താവേ, സാത്താന്റെ പിടിയിൽ നിന്നും അവൻ്റെ സഭയെ, അവിടുത്തെ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സേവിക്കുന്നതിനായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദുഷ്ട സൈന്യങ്ങളെ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നീ ആട്ടിപ്പായിക്കുക. ഓ ഈശോ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഓ ഈശോ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഓ വിശുദ്ധ കുരിശേ, നിന്നിൽ ഞങ്ങൾ സങ്കേതം കണ്ടെത്തുന്നു. മുട്ടുകൾ മടക്കി ആചാരം ചെയ്ത് ദാനിയേൽ 9:19 നമുക്ക് ആവർത്തിക്കാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ഞങ്ങളങ്ങേ കുമ്പിടുന്നു. ആരാധന ആരാധന അങ്ങേയ്ക്കായിരം ആരാധന. ആരാധന ദൈവപുത്ര, ആരാധന